Hello friends, welcome to my channel again. Dialex Evo Learning Made Easy Part 13ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ ചെയ്തത് ഇതിൻ്റെ ഇൻഡിവിജ്വലായിട്ട് ഓരോ റൂം എടുത്തിട്ട് ഡിസൈൻ ചെയ്യായിരുന്നു. ഇതൊരു ചെറിയൊരു പ്രോജക്റ്റ് ആണല്ലോ. നമ്മളെ ഇനീഷ്യൽ പ്രോഗ്രാം വാസ് ടു കംപ്ലീറ്റ് ഡിസൈൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആക്ച്വലി ഇത് തുടക്കം മുതലേ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ പാർട്ട് 1 മുതൽ പാർട്ട് 12 വരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പാർട്ട് 13 നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതുവരെ ചെയ്തതിൻ്റെ റിസൾട്ടിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവാലുവേഷൻസ് ഓഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂസ്, അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതോടുകൂടിയിട്ട് ഈ പ്രോജക്റ്റ് ഫൈനലായി. ഇൻ ദ സെൻസ് ദാറ്റ് ഇത് ചെയ്തവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് കുറേ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുണ്ട് ചെയ്ത് പ്രാക്ടീസ് ആയിട്ട്. ഓക്കെ, നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. നോക്കിക്കോളൂ. ഇപ്പോൾ റൂം 1 2 3 4 5 5 റൂമേ ഉള്ളൂ ഇതിൽ. ഫസ്റ്റ് റൂം 1ൻ്റെ റിസൾട്ട് റൈറ്റ് സൈഡിലാണ് ഉണ്ടാവുക. യു വിൽ സീ നൗ ഗ്രീൻ ആൻഡ് റെഡ്. ഓക്കെ, ഗ്രീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആക്സെപ്റ്റഡ് വാല്യൂ. ഇതിൻ്റെ വാല്യൂ ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രീൻ. ഇനി അഥവാ ആക്സെപ്റ്റഡ് വാല്യൂ ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഔട്ട് ഓഫ് റേഞ്ച് എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡ് ആയിട്ട് കാണുന്നുണ്ടാവും. ഇതിൽ നോക്കൂ, നമ്മുടെ റൂം 1, ഫോളോ മൈ മൗസ്. ഇത് കർസർ നോക്കുന്നുണ്ടല്ലോ, റെഡ് കാണുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാല്യൂ ശരിയല്ല. നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് റൂം 1. ലെറ്റ് us choose this room 1. You know how to choose the room. ഓക്കെ, ഫസ്റ്റിൽ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ പോവുകയാണ്, കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ ലൈറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റിലേക്ക് വന്നു. നമ്മളിതാ ഇവിടെ ഇത് ഹൈലൈറ്റ് ചെയ്യണം. ഇത് സ്പേസ് ആണ്. ഓക്കെ, നൗ യു കം ടു ദിസ്, ഇറ്റ് ബിക്കേം ബ്ലൂ. ഇപ്പം നമ്മളിപ്പോൾ റൂം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. റൂം സെലക്ട് ചെയ്ത് ഇപ്പോൾ റൂം 1ൽ ഇത് റെഡ്. എന്താണ് വൈ ഇറ്റ് ഈസ് റെഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, റൂം 1 അതിൻ്റെ വാല്യൂസ് ഇവിടെ ഉണ്ട്. ലെറ്റ് മീ സീ ദ ടാർഗറ്റ്. ഓക്കെ, ഇതിലിപ്പോൾ എന്താ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റെഡ് കാണുന്നുണ്ട്. ദ വാല്യൂസ് ആർ നോട്ട് ആക്സെപ്റ്റഡ്. ആക്ച്വലി ദ ആവറേജ് ലക്സ് ഈസ് 461, target is 400. So it is fine. Actually it is accepted value, but still it is red. എന്തുകൊണ്ട്? നമ്മളിപ്പോൾ ഇതിൻ്റെ യൂണിഫോമിറ്റി ആണ്. The ratio of minimum to average lux is expected value is 0.6, but actually നമുക്ക് കിട്ടിയിട്ടുള്ള 0.011 ആണ്. Why? Because of the furniture. ഇത് ആവറേജ് മിനിമം എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ടേബിളിൻ്റെ ഒക്കെ അടിയിലുള്ള ഷാഡോ ഉള്ള ഏരിയയിൽ മിനിമം ഈസ് വെരി ലിറ്റിൽ. ഓക്കെ, ആ വെരി ലിറ്റിൽ വാല്യൂ ടു ദ ആവറേജ് ലക്സ് ഇറ്റ് ബിക്കേം വെരി ലെസ്. നമുക്കിതിപ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇറ്റ്സ് ഫോർ ദ അക്കാദമിക് ഇൻട്രസ്റ്റ്. നമുക്കിത് നോക്കാം. ഞാനിത് ചൂസ് ചെയ്തു. നൗ വി ഗോ ടു ദ എഡിറ്റ്. ഓക്കെ, ദ വാല്യൂ ഈസ് 400. എക്സ്പെക്റ്റഡ് average lux is 400 and the uniformity minimum to this maximum. Okay, now let us see. ഇവിടെ ഇപ്പോൾ ഇത് 0.6 എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പം 0.6ന് പകരം ഞാനിപ്പോൾ സപ്പോസ് if I put 0 and you just observe the value. If I put 0, you see it became green. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 0 ആയിരുന്നു. And you got your uniformity 0.011. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ലൈറ്റ് ബിക്കേം ഗ്രീൻ. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഡിസൈൻ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ദ ക്ലയൻറ്റ് ഓർ ദ കൺസൾട്ടൻറ്റ് വിൽ ചെക്ക് ഓൺലി ദ ലക്സ് വാല്യൂ ആൻഡ് ദ യൂണിഫോമിറ്റി വെദർ ഇറ്റ് ഈസ് വിതിൻ ദ ആക്സെപ്റ്റഡ് വാല്യൂ ഇഫ് യു ആർ ഗെറ്റിംഗ് റെഡ് ഓർ ഗ്രീൻ. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ ദേ വിൽ റിജക്റ്റ് ഇറ്റ്, ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യും. നമുക്ക് ഗ്രീൻ വേണം. അപ്പം 60% യൂണിഫോമിറ്റി ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്.
ഒന്നുകിൽ നമ്മുടെ വർക്ക് പ്ലെയിൻ നമ്മൾ ഈ ടേബിളിനേക്കാളും ഹൈറ്റിൽ വെക്കുക, അല്ലെങ്കിൽ വർക്ക് പ്ലെയിൻ താഴെയാണെങ്കിൽ ഫർണിച്ചർ മാറ്റിയിട്ട് വിതൗട്ട് ഫർണിച്ചർ യു കാൽക്കുലേറ്റ്, യു വിൽ ഗെറ്റ് ദ വാല്യൂ. We have done this work before. Okay, ഞാൻ ഐ എം ജസ്റ്റ് ലീവിങ് ഇറ്റ് ഫോർ യു ഫോർ ദ എക്സസൈസ്. അത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വർക്ക് പ്ലെയിൻ വെച്ചിട്ടുള്ള നമ്മുടെ ലിറ്റിൽ പ്ലേ അത് കഴിയുമ്പോൾ നമുക്കത് റെഡ് ഗ്രീൻ റെഡ് ആവും. യൂണിഫോമിറ്റിയോ അല്ലെ ലക്സ് വാല്യൂ സപ്പോസ് ഇഫ് യു എക്സ്പെക്ട് നൗ 400 അല്ലേ, ഇതിന് പകരം ഞാനൊരു 400 പകരം സപ്പോസ് ഇഫ് ഐ കീപ് എക്സ്പെക്റ്റഡ് വാല്യൂ ഇസ് 500, ഇറ്റ് വിൽ ബിക്കം റെഡ്. നോക്കിക്കോളൂ, കണ്ടോ, ഇത് റെഡായി. സോ നമ്മളിപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് വാല്യൂ 400 ആക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഗ്രീൻ. കണ്ടോ, ഗ്രീനായി. സോ യു ഗോട്ട് ദ റിലേഷൻ between the expected value and the actual value, or the target value and the actual value you are getting. And adu പ്രകാരമാണ് നമുക്ക് നമ്മുടെ റിസൾട്ടിന്റെ ഇത് കിട്ടുന്നത്. റൂം 1 കഴിഞ്ഞു, റൂം 2 നോക്കൂ. റൂം 2ൽ നമുക്ക് എന്താണുള്ളത്? ലക്സ് ഈസ് 164 ആൻഡ് ലെറ്റ്സ് സീ റൂം 2യുടെ റിസൾട്ട് നമുക്ക് ലെറ്റ് us make an evaluation റൂം 2ന്റെ. ഓക്കെ, റൂം 2ന്റെ ഇതിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ആവറേജ് ലക്സ് 164. ഇറ്റ്സ് എ ജാനിറ്റർ റൂം. സോ ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഇസ് 150 ആൻഡ് യു ഗോട്ട് 164. ഇറ്റ് ഈസ് അബവ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ, സോ ഇറ്റ് ഈസ് ഓക്കെ. ആൻഡ് ദ യൂണിഫോമിറ്റി എവിടെ? ഞാനിവിടെ 0 ആണ് ഇട്ടിട്ടുള്ളത്, നേരത്തെ ഇട്ടതുപോലെ തന്നെ. ആൻഡ് യു ആർ ഗെറ്റിംഗ് 0.081. സോ എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. ഇറ്റ് ബിക്കേം ഗ്രീൻ. നമ്മളിപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് യൂണിഫോമിറ്റി മാറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റെഡ്. അതും ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഫർണിച്ചർ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. ഈ ഫർണിച്ചർ ഇവിടുന്ന് ഞാൻ സപ്പോസ് ഇഫ് ഐ ഷിഫ്റ്റ് ദിസ് ഫർണിച്ചർ, ഓൾറെഡി ഞാൻ ചെയ്തതാണ്. ആസ് എ മാറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്ക് മാറുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹൗ യു ഗോ കൺസ്ട്രക്ഷൻ ആൻഡ് വേർ ഇസ് എ ഫർണിച്ചർ? ഐ തിങ്ക് ദിസ് ഇസ് ദ ഫർണിച്ചർ. ഓക്കെ, ഫർണിച്ചർ യു ചൂസ്. ഓക്കെ, ദിസ് ഇസ് ദ ചെയർ. ഇത് ചെയർ ആണല്ലോ, ഇതിൻ്റെ ഇത് ഡ്രോ ചെയർ. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൻ്റെ 3D വ്യൂയിൽ എങ്ങനെ വരുന്നുണ്ട് നോക്കാം. നമുക്ക് ലെറ്റ്സ് സീ ദ വാല്യൂ. ഓക്കെ, ഇത് ചേഞ്ച് റൂം. ഓക്കെ, ആൻഡ് ഹൗ വൈ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. നമുക്ക് നോക്കാലോ. വൈ ഇത് ചൂസ് ആയില്ലേ? ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ദിസ് ഇസ് ദ ജാനിറ്റർ റൂം അല്ലേ? ജാനിറ്റർ റൂമിൽ യു ഹാവ് ദിസ് ദ ടേബിൾ. ഇത് റൂം 3 ആണ്. ലെറ്റ്സ് സീ ഫോർ ദ റൂം 2 വാട്ട് ഇസ് ഇറ്റ്. റൂം 2ൽ നമുക്കിത് ഒരു ചെയർ ഉണ്ട് ഇവിടെ, ആൻഡ് ചെയർ ഉണ്ട്. ചെയർ ആൻഡ് ദ ഐ തിങ്ക് ഇറ്റ്സ് എ സ്മോൾ കബേർഡ്. കണ്ടില്ലേ ഇതിൽ കാണുന്നത്? അപ്പൊ ഇത് രണ്ടും നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് ചൂസ് ദിസ്, മൂവ്. ഐ മൂവ് ആൻഡ് കീപ് ഇറ്റ് ഹിയർ ഫോർ ദ ടൈം ബീങ്. ഓക്കെ, ആൻഡ് ഐ ഷിഫ്റ്റ് ദിസ് ഓൾസോ. ഓക്കെ, മൂവ്. ഇപ്പൊ ഈ റൂം കാലിയായി വിതൗട്ട് ഫർണിച്ചർ. Can we go for a calculation again? Okay, I'll just go for this calculation room 2 there. ഒറ്റ ലൈറ്റേ ഉള്ളൂ, ഒരു സിംഗിൾ റൂം വെച്ചിട്ട് റൂം 2 കണ്ടോ. ഐ ഗോട്ട് ദ യൂണിഫോമിറ്റി ആസ് 0.66 കിട്ടി. എക്സ്പെക്റ്റഡ് ടാർഗറ്റ് വാല്യൂ 0 ആണ് ഉള്ളത്. അത് എഡിറ്റിൽ പോയിട്ട് വി ക്യാൻ ചേഞ്ച് ദ വാല്യൂ. ഓക്കെ, എനിത്തിങ് യു ചൂസ് ദ റൂം ആൻഡ് യു ഗോ ടു ദ എഡിറ്റ് ആൻഡ് ചേഞ്ച് വാട്ട് എവർ ദ വാല്യൂ. ഒരു കാര്യം ഒബ്സർവ് ചെയ്തോളൂ, ഇറ്റ് ബിക്കെയിം ഗ്രീൻ. ഓക്കെ, യൂണിഫോമിറ്റി ഇംപ്രൂവ്. ഇനി ഫർണിച്ചർ വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്നും കൂടി നോക്കാം. ഇതാ ഞാൻ ഇത് റൂം, ഇതിൻ്റെ വർക്ക് പ്ലെയിൻ ഇതാണ്. വർക്ക് പ്ലെയിൻ ഇസ് 0.760. വർക്ക് പ്ലെയിൻ മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്കിത് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ശരിക്ക് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് പ്ലെയിൻ അതുപോലെ വോൾ സോൺ ഏരിയ അതൊക്കെ അതിൻ്റെ വാല്യൂ അങ്ങോട്ട് മാറുമ്പോൾ യു വിൽ സീ ദ ആവറേജ് ലാക്സ് ആസ് വെൽ ആസ് ദ യൂണിഫോമിറ്റി ചേഞ്ച്. ഓക്കെ, ഞാൻ ഐ എം ഗോയിങ് ടു put the furniture back and recalculate and finish the project. Okay, let's see now. Okay,
ഇത് ഫർണിച്ചർ ചൂസ് ചെയ്യട്ടെ. ഓക്കെ, ലെഫ്റ്റ് ക്ലിക്ക്, ഇറ്റ് ബിക്കേം റെഡ്. റൈറ്റ് ക്ലിക്ക്, മൂവ്. ദിസ് ഇസ് ദ ചെയർ. ഞാൻ അതേപോലെ നമ്മൾ എവിടെ നിന്ന് എടുത്തോ അവിടെ അങ്ങോട്ട് results will become invalid. Okay, now again cupboard, left click, right click, move. ഇതെടുത്തു, മൂവ് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. Okay, now the value will be definitely changed. You will see now how the uniformity and the average lux changes. Okay, I will calculate now. Go for the calculation. See, now see the uniformity. ഇവിടെ 0.080 ആയി മാറി. ലക്സ് 162 എന്ന് കാണുന്നുണ്ട്. I don't remember how much was the lux before earlier. When you shift this one, it may be around that value, average lux, or little change will be there. Okay, but in any case, with the furniture, it is 0 ആയതുകൊണ്ട് ഇത് green ആയി. Suppose if you put expected uniformity as 0.6, then here it is 0.080, it will become red. Again, room 2. I'll choose this room. Okay, edit. Uniformity, if I put 0.6, okay, see, it became red. ഞാൻ യൂണിഫോമിറ്റി ഇവിടെ 0.0 ആക്കിയാൽ it will become green. കേട്ടോ, green ആയി. This is, I just want you to show the relation between what is the expected value and what is the target you are giving and what is the actual value. The relation between the target and the actual and how the result changes. ഇപ്പോൾ ഇതിപ്പോൾ എല്ലാ റൂമും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, നോക്കിയിട്ട് ഈ റിസൾട്ട് കൊണ്ട് പ്ലേ ചെയ്യാം. I have completed this small project from part 1 to part 12. 13 ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. Evaluation of the result also is complete. Okay, now take it like an exercise, play with this, do as a revision exercise. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ you will the result will become invalid because I dragged it. No, I don't want to change anything. ഇത് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമ്മൾ ഇതാക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ മുതൽ I will be giving you some tips, little tips. And then we will go for another project, another type of work where we'll have more illumination, how the relation between the illumination and the glare index and so many other parameters. നമ്മൾ പഠിക്കും. Okay, take it as an exercise. If you have any comment, any doubt, you can either email it to me or write it in the comment. Okay, thank you very much for watching this video, and we'll see in the next part. Okay, bye.